ഇന്ത്യ സ്കാനിൽ ഇന്നത്തെ വിഷയം പള്ളികളും മദ്രസകളും സർവകലാശാലകളും കയ്യേറാനും തകർക്കാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും BJP സർക്കാരുകളുടെ പ്രവൃത്തികളെക്കുറിച്ചാണ്. മുസ്ലിം ചിഹ്നങ്ങളുള്ള എല്ലാറ്റിനോടും വിരോധം കാണിക്കുന്ന ഹിന്ദുത്വ അജണ്ടയിൽ നിന്നും അധികാരത്തിലെത്തിയ BJPക്ക് യാതൊരു വ്യത്യാസവുമില്ലെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. കൊൽക്കത്തയിലെ BJP സർക്കാർ കയ്യേറാനും ഇല്ലാതാക്കാനുമുള്ള പള്ളികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതായാണ് പുതിയ വാർത്തകൾ വരുന്നത്. കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനകത്തുള്ള ബംഗ്ര പള്ളിയാണ് പുതിയ തർക്ക വിഷയമായി പൊന്തിച്ചു കൊണ്ടുവരുന്നത്. പള്ളി എയർപോർട്ട് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ നിർമ്മിച്ചിരുന്നു അത്രേ. അവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നുവെന്നും ഗ്രാമവാസികളുടേതായിരുന്നു ആ പള്ളി എന്നുമാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. 136 വർഷമായി ആ പള്ളി അവിടെയുണ്ട്. ഡംഡം എന്ന പേരുള്ള ഈ എയർപോർട്ട് പിന്നീട് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം 1950 ഇതിന്റെ വികസനം നടന്നതോടെയാണ് ആ ഗ്രാമത്തിലെ ജനങ്ങളെ ദൂരെയുള്ള മാധ്യം ഗ്രാമത്തിലേക്ക് മാറ്റിയത്. പിന്നീടുള്ള വികസനത്തിന്റെ ഭാഗമായാണ് പള്ളിയുള്ള പ്രദേശം എയർപോർട്ട് അതോറിറ്റി ഏറ്റെടുത്തത്. ബംഗ്രാനദിന് പുറമെ ഗൗരിപൂർ ജുമാ മസ്ജിദ് എന്നും വിളിക്കപ്പെടുന്ന പ്രസ്തുത പള്ളി അവിടുന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഇക്കഴിഞ്ഞ ജൂലൈ 11-നാണ് പള്ളിയിൽ ഔദ്യോഗികമായി നമസ്കാരം നിർത്തുന്നതായി സർക്കാർ പ്രഖ്യാപിച്ചത്. വിമാനങ്ങൾ റൺവേയിൽ ഇറക്കുന്നതിന് പള്ളി ഒരു തടസ്സമാണെന്നും പള്ളി നിൽക്കുന്ന സ്ഥലം എയർപോർട്ട് അതോറിറ്റിയുടേതാണ് എന്നുമാണ് സർക്കാർ വാദം. നേരത്തെ ആധാർ കാർഡ് കാണിച്ച ആളുകൾക്ക് അവിടേക്ക് കയറാമായിരുന്നു. ദിവസേന 50 പേർക്കായിരുന്നു അനുമതി. വെള്ളിയാഴ്ചകളിൽ അത് 80-ന് പുറത്താവും. എയർപോർട്ടിന്റെ പ്രവേശന കവാടത്തിൽ നിന്നും ബസ്സിലാണ് അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്നത്. എയർപോർട്ട് അതീവ സുരക്ഷാ മേഖലയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും എന്നാൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു സുരക്ഷാ പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും സർക്കാർ പുനർവിചിന്തനത്തിന് തയ്യാറാവണമെന്നുമാണ് മുസ്ലിം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാവട്ടെ സമുദായ നേതാക്കളുമായി ചർച്ച ചെയ്യാതെ ഇത്തരത്തിലൊരു നടപടി എടുക്കരുത് എന്നാണ് ആവശ്യപ്പെടുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് പോലും കൊൽക്കത്തയിലെ പള്ളിക്ക് വേണ്ടി ശബ്ദമുയരുന്നുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. ബംഗ്ര പള്ളി മാറ്റി സ്ഥാപിക്കാൻ ശബ്ദമുയർത്തുന്ന BJP MLA സൗരവ് സിക്ദാറിനെതിരെയാണ് ബംഗ്ലാദേശിൽ പ്രതിഷേധം ഉയരുന്നത്. അതേസമയം വിമാനത്താവളത്തിന്റെ സുരക്ഷിതത്വത്തിനും വികസനത്തിനും ഇത് മാറ്റിയേ തീരുവെന്നും അതിനുവേണ്ടി രക്തസാക്ഷിയാവേണ്ടി വന്നാൽ അതിനും തയ്യാറാണ് എന്നുമാണ് MLA-യുടെ പ്രഖ്യാപനം. തന്റെ കുടുംബ വേരുകൾ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഭാഗമായ കിഴക്കൻ ബംഗാളിലായിരുന്നുവെന്നും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ നേതാക്കളുമായും മറ്റും തനിക്ക് നല്ല ബന്ധമാണുള്ളത് എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിടുത്തെ താരിഖ് റഹ്മാൻ സർക്കാരിനോട് ഇത്തരം പ്രതികരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഇദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുകാന്ത മജുംദാർ ആവട്ടെ താൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഈ പള്ളി കാരണം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ച് കേൾക്കാറുണ്ടായിരുന്നു എന്നും ഇനി അത് അനുവദിക്കാനാവില്ല എന്നുമാണ് പറയുന്നത്. പള്ളി ഈ പ്രദേശത്തു നിന്ന് മാറ്റാനുള്ള കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ കാലാകാലങ്ങളായ ശ്രമങ്ങളെ ജ്യോതി ബസുവിന്റെയും ബുദ്ധദേവ് ഭട്ടാചാര്യ, മമതാ ബാനർജി എന്നിവരുടെ സർക്കാരുകളും വകവെച്ചില്ലത്രേ. ഡബിൾ എഞ്ചിൻ സർക്കാർ വന്ന ശേഷമാണ് ഇതിനുള്ള ധൈര്യമുണ്ടായതെന്നാണ് സർക്കാർ പ്രതിനിധികൾ വാദിക്കുന്നത്. വികസനമാണ് തങ്ങളുടെ മുഖ്യ അജണ്ടയെന്നും പള്ളിയും അമ്പലവും ഒന്നുമല്ല തങ്ങൾക്ക് വലുതെന്നുമാണ് ഇവർ പറയുന്നത്. സംസ്ഥാനത്തെ മറ്റൊരു ജില്ലയായ മാൾഡയിൽ നിന്നുമാണ് സമാനമായ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അവിടെ BJP പ്രവർത്തകർ പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നതിനാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മാൾഡയിലെ അദീന പള്ളി 14-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ്. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത ഭവനമായി പരിഗണിക്കപ്പെടുന്ന പള്ളി ഹിന്ദു ക്ഷേത്രത്തിന്റെ സ്ഥലത്താണ് നിൽക്കുന്നത് എന്നാണ് അവർ വാദിക്കുന്നത്. ബംഗാൾ സർക്കാരിന്റെ ഔദ്യോഗിക രേഖ പ്രകാരം 1369-ൽ സുൽത്താൻ സിക്കന്ദർ ഷാ സ്ഥാപിച്ചതാണ് ഈ പള്ളി. 52% മുസ്ലിങ്ങളുള്ള ജില്ലയിൽ വർഗീയ വികാരം ഇളക്കിവിടുന്ന രീതിയിൽ ഹിന്ദുത്വർ നേരത്തെ തന്നെ പ്രചാരണങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും തുടങ്ങിയിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 27-ന് ഹിന്ദുത്വ സംഘടനകൾ ഹിന്ദു സുരക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ 3 അടി ഉയരവും 1.5 ടൺ ഭാരവുമുള്ള ശിവലിംഗവും വഹിച്ചുകൊണ്ട് താരകേശ്വറിൽ നിന്നും മദീന പള്ളിയിലേക്ക് മാർച്ച് നടത്തിയതോടെയാണ് ഈ വിവാദം വീണ്ടും ജനശ്രദ്ധയിലേക്ക് വന്നത്. ഇത്തവണ പള്ളിക്ക് പുറത്താണ് പ്രതിഷ്ഠ നടത്തിയതെങ്കിൽ അടുത്ത തവണ പള്ളിക്ക് അകത്തായിരിക്കുമെന്ന ഭീഷണിയും ഇവർ മുഴക്കിയിട്ടുണ്ട്. RSSുമായി തങ്ങൾക്ക് ബന്ധമുണ്ടെന്നും പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണ തങ്ങൾക്കുണ്ട് എന്നുമാണ് ഇവരുടെ വാദം. ഗ്യാൻവാബി മധുര കേസുകളിൽ ഹിന്ദുത്വ വിഭാഗങ്ങൾക്കായി ഹാജരായ അഭിഭാഷകരുടെ പിന്തുണയോടെ ഈ വർഷം ജനുവരിയിൽ ഈ വിഷയത്തിൽ കൊൽക്കത്ത ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയിരുന്നു. അത് കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന വാർത്ത മുഹമ്മദ് അലി ജവഹർ സർവകലാശാലയിലെ 40 കെട്ടിടങ്ങളിൽ 38 കെട്ടിടങ്ങളും പൊളിച്ചു നീക്കാനുള്ള സർക്കാർ ശ്രമത്തെക്കുറിച്ചാണ്. UP-യിലെ രാംപൂർ ജില്ലാ ഭരണകൂടമാണ് പൊളിച്ചു നീക്കൽ ഉത്തരവിട്ടിരുന്നത്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഏക ആശ്രയമായിരുന്നു 2006-ൽ സ്ഥാപിതമായ ഈ സർവകലാശാല. വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റലിന്റെ മാതൃകയിലുള്ള മുംതാസ് സെൻട്രൽ ലൈബ്രറി, നിയമം, എഞ്ചിനീയറിംഗ്, ഫാർമസി, ഹ്യൂമാനിറ്റീസ്, കാർഷിക, മാനേജ്മെന്റ് വിഷയങ്ങളുടെ വിഭാഗങ്ങൾ, ഹോസ്റ്റലുകൾ, ഓഡിറ്റോറിയങ്ങൾ, കായിക പരിശീലന സ്ഥലങ്ങൾ, പൂന്തോട്ടം എന്നിവയൊക്കെ പൊളിച്ചു നീക്കാൻ നിർദ്ദേശിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും.
മെഡിക്കൽ കോളേജിനും മറ്റൊരു കെട്ടിടത്തിനും മാത്രമേ അനുമതിയുള്ളൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വാദം. നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടകരമായി ബാധിക്കുന്ന ഒരു സംഗതിക്ക് മുതിരുമ്പോൾ അവരുടെ പഠനം എങ്ങനെ തുടരുമെന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരു നിലപാടുകളുമില്ലെന്ന ആരോപണവും നിലനിൽക്കുന്നു. നിലവിൽ കോടതി ജില്ലാ ഭരണകൂടത്തിന് നടപടികൾക്ക് സ്റ്റേ നൽകിയിരിക്കുകയാണ്. അടുത്ത വാർത്ത ഉത്തരാഖണ്ഡിൽ നിന്നാണ്. അത് മദ്രസകൾക്ക് നേരെയാണ്. സംസ്ഥാന മദ്രസ ബോർഡ് നിരോധിക്കുകയും എല്ലാ മദ്രസകളും ഉത്തരാഖണ്ഡ് എഡ്യൂക്കേഷൻ ബോർഡിന്റെ പാഠ്യപദ്ധതി പിന്തുടരുകയും ചെയ്യണമെന്നാണ് പുതിയ കൽപ്പന. വിദ്യാഭ്യാസത്തെ ആധുനീകരിക്കാനും വിഭാഗീയ ചിന്താഗതി ഇല്ലാതാക്കാനും മതവ്യത്യാസമില്ലാത്ത ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുമാണത്രേ ഈ നടപടികൾ എന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറയുന്നത്. നേരത്തെ തന്നെ മദ്രസകൾക്കുള്ള ഗ്രാന്റുകൾ സർക്കാർ നിഷേധിച്ചിരുന്നു. ഇതിനു പുറമെ മദ്രസകളിലെത്തുന്ന കുട്ടികളെയും അധ്യാപകരെയും കായികമായി ആക്രമിക്കുന്ന സംഭവങ്ങളും ഇവിടെ അരങ്ങേറുന്നുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.